ഗൈസ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്നൊരു ഞായറാഴ്ച കേട്ടോ. ഞായറാഴ്ച ദിവസം പള്ളി പോണെന്നാണ്. സൺഡേ സ്കൂളിൽ ഒരു ദിവസം പോലും മുടക്കാതെ എല്ലാ ദിവസവും പോയതിന് പ്ലേറ്റ് ഒക്കെ കിട്ടിയ ടീംസ് ആട്ടോ നമ്മള്. പണ്ടൊക്കെ ഞായറാഴ്ച ആയി കഴിഞ്ഞാൽ ഒരു ദിവസം പോലും മുടക്കാതെ നമ്മൾ പള്ളിയിൽ പോയിക്കൊണ്ടിരുന്നതാ. ഞായറാഴ്ച മാത്രമല്ല കേട്ടോ, ഏതെങ്കിലുമൊക്കെ നമുക്ക് അവധി ദിവസം ഉണ്ടെങ്കിൽ ആ ദിവസങ്ങളിലൊക്കെ നമ്മൾ പള്ളിയിൽ പോകുമായിരുന്നു. ഇപ്പൊ വന്ന് നമ്മൾ പള്ളിയിൽ പോക്കൊക്കെ കുറഞ്ഞു കേട്ടോ പയ്യെ. പൊതുവെ ഞായറാഴ്ച ദിവസം നമുക്ക് അവധി കിട്ടാറില്ല. ഇപ്രാവശ്യം പറഞ്ഞെടുത്ത് 2 ദിവസത്തേന് ലീവ് കിട്ടി. ഈ ചർച്ചിലേക്ക് പോകുന്ന വഴി കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ, ഇതൊരു കുന്നിന്റെ മുകളിലാട്ടോ ഇരിക്കുന്നത്. ഈ പ്രദേശം 3 കുന്നുകളാൽ ചുറ്റപ്പെട്ടിരിക്കുന്ന ഒരു സ്ഥലമാട്ടോ. അതിൽ ഓരോ കുന്നിനും വ്യത്യസ്തമായ മതപരമായ പ്രാധാന്യമുണ്ട്. ഈ 3 കുന്നിന്റെ മധ്യത്തിൽ നിൽക്കുന്ന കുന്നാണ് റോസ്മേരി ഹിൽസ്. മറ്റ് 2 കുന്നുകളിലായി ഒരു വെങ്കടേശ്വര ക്ഷേത്രവും മറ്റൊന്നിലായി ബാബ ഇഷാഖ് മദീന ദർഗയും സ്ഥിതി ചെയ്യുന്നു. അത് ഈ പ്രദേശത്തിന്റെ മതസൗഹാർദ്ദത്തെ ആട്ടോ കാണിക്കുന്നത്. ഈ ചർച്ചിൽ ഇതിനു മുന്നേ നമ്മൾ ഒരുപാട് പ്രാവശ്യം വന്നിട്ടുണ്ട്. ഇവിടെ 3-ാമത്തെ ആഴ്ചയാണ് മലയാളം കുർബാനയുള്ളത്. ബാക്കി എല്ലാ ദിവസവും തെലുങ്ക് കുർബാനയാട്ടോ. ഒരുപാട് വിശ്വാസികളാണ് ദിനം പ്രതി ഇവിടെ എത്തിച്ചേരുന്നത്. പള്ളി സ്ഥിതി ചെയ്യുന്ന ഈ കുന്നിന് ഈ പേര് കിട്ടാൻ തന്നെ ഒരു കാരണമുണ്ട്. പണ്ട് ഇവിടെ താമസിച്ചുകൊണ്ടിരുന്ന മോൺസിയർ റോസിൽ എന്ന് പറയുന്ന ഒരു ജഡ്ജിയിൽ നിന്നാണ് ഈ പേര് വരാൻ തന്നെ കാരണം. അദ്ദേഹം ഈ കുന്നിൻ മുകളിൽ ഒരു വീട് പണിതതായി പറയപ്പെടുന്നു. ഏകദേശം 2 വർഷത്തിന് ശേഷം അക്കാലത്തെ ബിഷപ്പായിരുന്ന JM ടിസോട്ട് ആ ബംഗ്ലാവ് കൈവശപ്പെടുത്തി. അതിനുശേഷം 1867 അന്നത്തെ വികാരി ജനറൽ അവിടെ ഒരു അൽത്താര പണിയുകയും ചെയ്തു. ആ സമയത്ത് പ്രകൃതി ദുരന്തങ്ങൾ പള്ളിക്ക് ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടാക്കി. 1877 പരിശുദ്ധ മാതാവിന്റെ ഒരു പുതിയ പ്രതിമ അവിടെ പുനഃസ്ഥാപിക്കപ്പെട്ടു. പിന്നീട് കുറെ കാലങ്ങൾക്ക് ശേഷം 1942 ജാപ്പനീസ് വിശാഖപട്ടണത്തെ ആക്രമിച്ചു. അന്നത്തെ ബിഷപ്പായ റൗസിലോൺ തന്റെ ജനങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് റോസ് ഹിൽ ചാപ്പലിലേക്ക് ഒരു പ്രദർശനം നടത്തുമെന്ന് നേർച്ച നേർന്നു. അതിനുശേഷം നഗരത്തിൽ ഒരിക്കൽ പോലും റെയ്ഡുകൾ ഉണ്ടായിട്ടില്ലെന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് വിശ്വാസികളെല്ലാം എല്ലാ വർഷവും ഡിസംബർ 8-ാം തീയതി വിശുദ്ധ കന്യകാമറിയത്തിന്റെ അമലോത്ഭവ തിരുനാളിനോടനുബന്ധിച്ച് സെന്റ് അലോഷ്യസ് സ്കൂളിൽ നിന്ന് റോസ് ഹിൽ ചർച്ചിലേക്ക് ഒരു വലിയ പ്രദർശനം നടത്താറുണ്ട്. ഏകദേശം 100 വർഷത്തോളം പഴക്കമുള്ള ഈ പള്ളി ഒരു ഗോത്തിക് വാസ്തുവിദ്യയിലാണ് പണി കഴിപ്പിച്ചിരിക്കുന്നത്. ഞങ്ങൾ താമസിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം കൂടുതലായിട്ട് കാണുന്നത് പ്രൊട്ടസ്റ്റന്റ് ചർച്ച് ആട്ടോ. ബാക്കിയുള്ള ചർച്ചുകൾ ഇല്ലെന്നല്ല, എന്നാലും കൂടുതലായിട്ടും നമ്മൾ കാണുന്നത് പ്രൊട്ടസ്റ്റന്റ് ചർച്ചുകളാട്ടോ. റോസ് ഹിൽ ചർച്ചിലെ ദുഃഖവെള്ളിയാഴ്ചയുള്ള പരിഹാര പ്രദർശനം ഏറെ ശ്രദ്ധേയമേറിയതാണ്. എന്നാ ഒരു ശാന്തതയും സമാധാനവും അല്ലേ. ഒന്ന് പള്ളിയിൽ പോയുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര സ്ട്രെസ് റിലീഫ് ആട്ടോ. എല്ലാവരും അവനവൻ്റെ ആഗ്രഹങ്ങൾ പറഞ്ഞ് അത് ഒരിക്കൽ നിറവേറുമെന്ന വിശ്വാസത്തോടു കൂടിയാട്ടോ ഇവിടുന്ന് പടിയിറങ്ങുന്നത്. ഈ കുന്നിൻ മുകളിൽ നിന്ന് വിശാഖപട്ടണത്തെ പ്രധാന തുറമുഖങ്ങളും കടൽ തീരങ്ങളും കപ്പലുകളും ഒക്കെ കാണാം. ഈ കുന്നിന്റെ 3 വശവും വെള്ളത്താൽ ചുറ്റപ്പെട്ടിരിക്കുന്ന ഒരു സ്ഥലമാട്ടോ. നങ്കൂരമിട്ടിരിക്കുന്ന ചരക്ക് കപ്പലുകളും നാവിക കപ്പലുകളും ഇവിടുത്തെ പ്രത്യേകതകളാട്ടോ. ഇവിടെ കൊണ്ട് നിട്ടിട്ടുണ്ടല്ലോ. പണിയ എന്നത്തിനാ ഇവിടെ കൊണ്ട് വിടുന്ന ഇങ്ങനെ പണി ചെയ്യാൻ വേണ്ടിട്ടോ, റിപ്പയർ ഒക്കെ ചെയ്യുന്ന സെക്ഷൻ ആണ് തോന്നുന്നു. ഭയങ്കര പദ്ധതി അതായിരുന്നു. അവിടെ ആണെങ്കിൽ ലൈറ്റ് ഹൗസ് ഉണ്ട് കേട്ടോ. അവിടെ ഇങ്ങനെ വെട്ടം കറങ്ങി ഇങ്ങനെ വന്നിട്ടുണ്ട്. ആ ചുമലയില്ലേ മുകളില് ഉണ്ടായിരുന്നോ? അങ്ങനെ ഞങ്ങളുടെ ഒരു പീസ്ഫുൾ സൺഡേ ഇന്ന് കഴിഞ്ഞു കേട്ടോ. അപ്പൊ ഞങ്ങളുടെ കുട്ടി സൺഡേ വ്ലോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യാൻ മറക്കില്ലേ. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.